നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് KSEBയുടെ മൂഴിയാർ ഗസ്റ്റ് ഹൗസിൽ നിന്നും ലഞ്ച് കഴിക്കുന്നിടത്ത് വെച്ചാണ്. ഗംഭീര ലഞ്ചായിരുന്നു. എല്ലാവരും നന്നായി കഴിച്ചു. ചെറിയ ഒരു വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. കാട്ടിന് നടുവിലൂടെയുള്ള യാത്രയായതിനാൽ ചൂട് അനുഭവപ്പെടുന്നില്ല. ഇനി പോകുന്നത് ഗവിയിലേക്കാണ്. അവിടെയാണ് ഇന്നത്തെ യാത്ര അവസാനിക്കുന്നത്. KSEBയുടെ കൊച്ചുപമ്പ IBയിലാണ് ഇന്നത്തെ താമസം ഒരുക്കിയിട്ടുള്ളത്. ഒരു പ്രത്യേക സംവിധാനം കാണാൻ ഇറങ്ങിയതാണ് ഇവിടെ. വൈദ്യുതി ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം. ഇതാണ് പെൻസ്റ്റോക്ക്. ഡാമിലെ വെള്ളം പവർ ഹൗസിൽ എത്തിക്കുന്ന പൈപ്പാണിത്. നമ്മൾ നേരത്തെ കണ്ട പവർ ഹൗസിൽ 6 ജനറേറ്ററുകളാണുള്ളത്. ഇത് 3 പൈപ്പുകളാണ്. എന്നാൽ ഇവ ജനറേറ്ററിൽ എത്തുന്നതിന് മുമ്പ് സ്പ്ലിറ്റ് ചെയ്ത് 6 ആക്കി മാറ്റും. പെൻസ്റ്റോക്കുകളെ കുറിച്ച് ഞാൻ മുമ്പ് യൂറോപ്പ് ട്രിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. പൈപ്പിന് സൈഡിലായി ഒരു ട്രാക്ക് കണ്ടോ? റെയിൽവേ ട്രാക്ക് പോലുള്ള ഒരു ട്രാക്ക്. ഇതുവഴി ട്രോളിയിലാണ് ഈ പെൻസ്റ്റോക്കിൽ ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികളും മറ്റും ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. അല്ലാതെ റെയിൽവേ ട്രാക്ക് അല്ല ഇത്. അവിടെ നിന്നും ഫോട്ടോ ഒക്കെ എടുത്ത് യാത്ര വീണ്ടും തുടരുകയാണ്. മുമ്പ് പറഞ്ഞതാണെങ്കിലും പെൻസ്റ്റോക്ക് എന്താണെന്ന് പറയാം. ഡാമിൽ കളക്ട് ചെയ്തിട്ടുള്ള വെള്ളം ഹൈ പ്രഷറിൽ ജനറേറ്ററിൽ എത്തിക്കുന്ന ഡിവൈസാണ് പെൻസ്റ്റോക്ക്. ഈ പെൻസ്റ്റോക്കിലൂടെ വരുന്ന വെള്ളം ഡൈനാമോയോടൊപ്പം ഘടിപ്പിച്ചുള്ള വാട്ടർ വീലിൽ ജെറ്റ് ഉപയോഗിച്ച് ഹൈ പ്രഷറിൽ വീഴ്ത്തുന്നു. ആ സമ്മർദ്ദത്തിൽ വീൽ കറങ്ങുകയും ഒപ്പം അതിനോട് ഘടിപ്പിച്ചിട്ടുള്ള ഡൈനാമോ തിരിയുകയും ചെയ്യും. ഡൈനാമോ കറങ്ങുന്നതിന്റെ ഫലമായാണ് കറണ്ട് ഉണ്ടാകുന്നത്. ഇവിടെ നിന്നാൽ ആ പൈപ്പുകളുടെ മറ്റൊരു ആംഗിളിലുള്ള വ്യൂ കിട്ടും. ഇവിടെ മുഴുവനും ക്യാമറ സർവൈലൻസിലുള്ള സ്ഥലമാണ്. ഈ കാണുന്ന RCC സ്ട്രക്ചർ പൈപ്പുകളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ്. ആങ്കർ ബ്ലോക്ക് എന്നാണ് ഇതിന്റെ പേര്. പൈപ്പുകളുടെ ആംഗിൾ ചേഞ്ച് ആകുന്ന സ്ഥലങ്ങളിലാണ് ഈ RCC സ്ട്രക്ചർ നിർമ്മിക്കുന്നത്. ബെൻഡുകളിൽ ഉണ്ടാകുന്ന അധിക സമ്മർദ്ദം താങ്ങുന്നതിനാണ് ഇവ നിർമ്മിക്കുന്നത്. വീണ്ടും യാത്ര. ഇവിടം സ്ഥിരമായി ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. റോഡിൽ പല സ്ഥലത്തും ആനപ്പിണ്ടം കാണാൻ കഴിയുന്നുണ്ട്.
നമ്മൾ എത്തിയിരിക്കുന്നത് മൂഴിയാർ വാല്യൂ ഹൗസിലാണ്. പെൻസ്റ്റോക്കിലൂടെ ഒഴുകുന്ന വെള്ളത്തെ നിയന്ത്രിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ കേരള പോലീസിന്റെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ റിപ്പീറ്റർ സ്റ്റേഷനും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടം ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ല. റിപ്പീറ്റർ സ്റ്റേഷനെ കുറിച്ച് നമ്മുടെ ത്രിവിക്രമൻ സാർ പറയുന്നത് കേട്ടോളൂ. നമ്മുടെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ശബരിമലയിലേക്കുള്ള റിപ്പീറ്റർ സെന്ററാണ്. കേരള റിപ്പീറ്റർ സെന്ററാണ്. അതായത് നമ്മുടെ ഡയറക്റ്റ് സക്സസ് ചെയ്തിട്ട് ശബരിമലയിലേക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിപ്പീറ്റർ സെന്റർ മൂഴിയാർ MRC എന്ന് പറയും. ഇതാണ് വാൽവ്. 3 പെൻസ്റ്റോക്കുകൾ ഉള്ളതിനാൽ ഇവിടെ 3 കൺട്രോൾ വാൽവുകളും ഉണ്ടാവും. അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതൊക്കെ ഉണ്ട്. ഇതുണ്ട്. ഇത് ബൈപ്പാസ് വാൽവ്. പണ്ട് ഒരു പവർ ഹൗസില് ഇവിടെ വെള്ളം നിറയ്ക്കാതെ കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ ഡിവോഴ്സുകളല്ല പൊട്ടിത്തെറിച്ചു പോയി. അങ്ങനെ 3 പേര് മരിച്ചത്. 3 അല്ല 7 പേര്. പന്നിയാർ. ഇത് ആദ്യം ഇത് ഓഫ് ചെയ്തിട്ട് പിന്നെ ഇതിലെ വെള്ളം എല്ലാം പോകും, ഡ്രെയിൻ ചെയ്യും. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യണം. നമ്മുടെ വാലെല്ലാം മാറ്റി, നട്ടെല്ലാം അടിച്ച് വാലെല്ലാം മാറ്റി ഇത് പിന്നെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം ബൈപ്പാസ് വാൽവ് തുറന്ന് ഇവിടുന്ന് വെള്ളം ബൈപ്പാസ് ചെയ്ത് വിടും. 2 സൈഡിലെ പ്രഷർ ഈക്വലൈസിലാണ് ബൈപ്പാസ് വാൽവ്. ബൈപ്പാസ് വാൽവിന്റെ ഇതാണ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ. അതെ. ഈ ബട്ടർഫ്ലൈ വാൽവുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് മറ്റൊരു വ്യൂ പോയിന്റിലാണ്. ഇവിടെ നിന്നാൽ കക്കിയാറിന്റെ നല്ലൊരു വ്യൂ കിട്ടും. ഇത് ഒരു വ്യൂ പോയിന്റ് മാത്രമല്ലെന്ന് തോന്നുന്നു. പ്രണയിനികൾക്ക് സ്വകാര്യ സല്ലാപത്തിനുള്ള ഒരു ഇടം കൂടിയാണിതെന്ന് തോന്നുന്നു. കുറ്റിക്കാടിനിടയിലൂടെ തലങ്ങും വിലങ്ങും വഴിയുണ്ട്. അങ്ങ് അകലെ ജലപക്ഷികൾ പറന്നു നടക്കുന്നത് കാണുന്നുണ്ട്. ടൂറിസ്റ്റുകളുമായി എത്തിയ ഒരു KSRTC ബസ്സും ഇവിടെ ആളെ ഇറക്കി സ്ഥലം കാണുന്നതിനുള്ള അവസരം നൽകുന്നുണ്ട്. ഇതുവഴി KSRTCക്ക് ഒരു ടൂറിസ്റ്റ് സർവീസ് ഉള്ളതായി കേട്ടിട്ടുണ്ട്. വിശദാംശങ്ങൾ അറിയില്ല. ആ ബസ് അതിനുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ഡാമിലാണ്. നമ്മുടെ യാത്രയിൽ കണ്ട 2ാമത്തെ ഡാം. ഇതാണ് പ്രധാന ഡാം, കക്കി ഡാം. ഇത് സാമാന്യം വലിയൊരു ഡാമാണ്. ഈ റിസർവയറിലെ വെള്ളമാണ് പെൻസ്റ്റോക്ക് വഴി പവർ ഹൗസിൽ എത്തിച്ച് കറണ്ട് ഉണ്ടാക്കുന്നത്.
ഡാമിന്റെ ഡൗൺ സ്ട്രീം കണ്ടാലേ ഇതിന്റെ ഭീകരത മനസ്സിലാകൂ. അത് കാണിക്കാൻ നോക്കാം. വലിയ ഡേഞ്ചറാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ ഫോണ് പോകും. ആ കാണുന്നത് അധിക ജലം ഒഴുകിക്കളയുന്നതിനുള്ള വാൽവുകളിലൂടെയുള്ള ഒഴുക്കാണ്. അവിടം ഡാമിന്റെ അടിഭാഗമല്ല, ഏകദേശം മധ്യഭാഗമേ ആകുന്നുള്ളൂ. വീണ്ടും ഉണ്ട് ഡാം താഴേക്ക്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആനത്തോട് ഡാമിലാണ്, നമ്മുടെ യാത്രയിലെ 3ാമത്തെ ഡാം. ഈ ഡാമും ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായ ഡാം തന്നെയാണ്. വൈകുന്നേരമായി. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് KSEBയുടെ അധീനതയിലുള്ള IBയിലാണ്, കൊച്ചുപമ്പ IB. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഈ കെട്ടിടം കൂടാതെ കുറച്ച് താഴെ മറ്റൊരു കെട്ടിടവുമുണ്ട്. രണ്ടിലുമായിട്ടാണ് ഇന്ന് താമസിക്കുക. ഇവിടെ നിന്നാൽ താഴെ പമ്പ ഡാം കാണാം. ചായയൊക്കെ കുടിച്ച് ഇവിടെ അടുത്തുള്ള ചില വ്യൂ പോയിന്റ്സ് കാണാൻ വീണ്ടും ഇറങ്ങിയതാണ്. ഇതാണ് കുള്ളാർ ഡാം. ഇതും ശബരിഗിരി പവർ പ്രോജക്ടിന്റെ ഭാഗമായ ഒരു ഡാം തന്നെയാണ്. ഇത് ഒരു ഡാം എന്ന് പറയാൻ കഴിയില്ല, ഡാമിന്റെ ചെറു പതിപ്പ്. ഇതിനെ വിയർ എന്ന് പറയും, അതായത് തടയണ. ഇവിടുത്തെ സാമാന്യം ഉയർന്ന ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. രാത്രിയായി തുടങ്ങി, വെളിച്ചക്കുറവുണ്ട്. ഇവിടെ നിന്നാൽ ചുറ്റിലുമുള്ള മൊട്ടക്കുന്നുകൾ കാണാം. അകലെ ആ കാണുന്നത് ഗവി ഡാമാണ്. ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നാൽ മകരവിളക്ക് കാണാം. ആ കുന്നുവരെ ജീപ്പ് ഓടിച്ചു പോകാൻ കഴിയും. ഇരുട്ട് വീണതോടുകൂടി ഞങ്ങൾ തിരികെ IBയിലെത്തി. എല്ലാവരും ഫ്രഷായി ഡിന്നറും കഴിഞ്ഞ് കലാപരിപാടികൾ ആരംഭിച്ചു. അതൊന്ന് കണ്ടാലോ?
ഏത് പെണ്ണായി മാറ്റുമി പൂവരമ്പ് പൂവാളകേനാണ് നീ എന്നെല്ലാം ഏത് പുന്നാരം ചൊല്ലി മയക്കിയല്ലേ കുട്ടിയും കൊണ്ടേനി പുഞ്ചവരമ്പേൽ കൂട്ടിന്ന് പോരുവാൻ കാത്തിരുന്ന് ഏത് പാട്ടൊന്ന് കേൾക്കുവാൻ കാത്തിരുന്ന് ഞാറുമാടുത്തോന്ന് ഒരു കാര്യം ചൊന്നമറന്നതെന്ന് കൂട്ടായിപ്പാൻ കുറിച്ചതല്ലേ നമ്മെ കൂറുള്ള ദൈവമിറക്കിയല്ലേ നമ്മെ കൂറുള്ള ദൈവമിറക്കിയല്ലേ ചോറും പെറ്റോരും വിട്ടൊഴിഞ്ഞ് നമ്മളുള്ളിലൊഴിഞ്ഞിക്കരിഞ്ഞതല്ലേ ഉറ്റോറും പെറ്റോരും വിട്ടൊഴിഞ്ഞ് നമ്മളുള്ളിലൊഴിഞ്ഞിക്കരിഞ്ഞതല്ലേ എന്തെല്ലാം വന്നാലും എന്നാളുമെന്നാണ് നമ്മളെല്ലാം മറന്ന് കളിക്കുമെന്ന് നമ്മളെല്ലാം മറന്ന് കളിക്കുമെന്ന് ഉലകം കൂട്ടുന്ന രാത്രി ഒന്നിൽ കുളിച്ച രാത്രി ഉലകം വിരിഞ്ഞ രാത്രി ഈരന്നിലാവും തേമലർ മണവും ഈ കിളി കൂട്ടുന്ന രാത്രി മലകിട്ടു നിൽക്കുന്നു മാനം മണിക്കലാലേ നീ വരുമോ കോരിത്തരിക്കുന്നു ദേഹം ഒന്നിലേ നീ വരുമോ ഓ ഓ പൊന്നിൽ കുളിച്ച രാത്രി പുളകം വിരിഞ്ഞ രാത്രി ഈരന്നിലാവും തേന്മലർ മണവും ഈ കിളി കൂട്ടുന്ന രാത്രി മാനത്തെ നവവധു നീ നാണിച്ചു നിൽക്കാതെ നീ വരുമോ കോരിത്തരിക്കുന്നു ദേഹം കാണാക്കിലേ നീ വരുമോ ഓ ഓ പൊന്നിൽ കുളിച്ച രാത്രി പുളകം വിരിഞ്ഞ രാത്രി ഈരന്നിലാവും തേന്മലർ മണവും ഈ കിളി കൂട്ടുന്ന രാത്രി പൊന്നിൽ കുളി
രാത്രി കണ്ടു ഞാൻ പൂങ്കിരാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഓമലാലെ കണ്ടു ഞാൻ പൂങ്കിരാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ദേവലോകറാണിയാണവൾ ഞാൻ തൊടുന്ന കോവിലിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ താളമാണവൾ ജീവരാഗമാണവൾ താല് ചാത്തും ഞാനവൾക്ക് നീലരാവിൽ ഞാനീ നീലരാവിൽ ഓമലാലെ കണ്ടു ഞാൻ പൂങ്കിരാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. സോറി മൈക്ക് ചേർത്ത് പണിയാൻ ഒരു കൂടുകൂട്ടാൻ ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി മാടപ്രാവേ വാ ഒരു കൂടുകൂട്ടാൻ വാ എന്തു പറഞ്ഞാലും നീ നിന്നല്ലാതെ ഒന്നുകൂടെ പോരൂ നീ എന്നും വെയിൽ നാളം വന്നു കണ്ണൽ തൊട്ടാലേ എന്നെ കണി കണ്ടേ മണിമുട്ടേ നീ ഉണരൂ നീ വെടിഞ്ഞ കൂടം കുടണഞ്ഞ രാമം എന്ന് തനിച്ചാകാൻ എന്നെ കുഞ്ഞോളെ ഒളിച്ചിരിക്കും മനസ്സിനുള്ളിൽ താരാട്ടുപാട്ട് നിന്നു പിണങ്ങാതെ ഒന്നും കൂടെ പോരൂ നീ മലയാളി
രാത്രി കാരണം നീ. ഞങ്ങൾ പറയാം, ഞാൻ പറഞ്ഞുതരാം. പരമപ്രകാശമേ ശരണം നീയം ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു വച്ചു പുലരമണിയമ്മ കാവിലമ്മ കലമാന്റെ വെളിയുള്ള കളിച്ചട്ടമ്മ ആടിമാരത്തൂടി ആയിരം പുറങ്ങിനാവിൽ കുളിക്കാൻ പോയി പുലരമണിയമ്മ കാവിലമ്മ
കലമാന്റെ മേടിയുള്ള കരിത്തമ്മ അരളികൾ പൂക്കുന്ന അരളികൾ പോരുന്ന മനമേടുക്കണ്ടേ മനം കൊടുത്തു കേട്ടു കേട്ടു നീറങ്ങൻ കരളിന്റെ കാതലി കരളിന്റെ കാതലി ആരിരാരിരാരിയോ ആരിരാരിരാരിയോ. ഒരു മൂളി പാട്ട് പോലും പാടാത്ത എന്നെ കൊണ്ടുവരെ പാടിച്ചു. ഒരു തരം റാഗി. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കില്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ.